എന്തായാലും രൂപവതി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ സ്ഥിതിക്ക് നമുക്ക് ഇനി മത്സരങ്ങൾ ആരംഭിക്കാം. ഇതെന്താ? ഇതുവരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മത്സരത്തെക്കുറിച്ച് മാതാവിന് വിവരമറിയിക്കേണ്ടത് അനിവാര്യമാണെന്ന് കരുതിയില്ലേ? നാം അവന്റെ മാതാവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആഗ്രഹമുണ്ടാവില്ലേ നമ്മുടെ പുത്രന്റെ അവസാന പരീക്ഷ കാണണമെന്ന്? തീർച്ചയായും. അവിടുന്ന് ഇത്രയും വലിയ ധീരജന്മം നൽകി വളർത്തിയതാണ്. അവിടുത്തേക്ക് അതുകൊണ്ട് പൂർണ്ണ അവകാശവുമുണ്ട്. അതുകൊണ്ട് വിജയം സുനിശ്ചിതം തന്നെയാണ്. മത്സരങ്ങൾ ആരംഭിക്കാമല്ലോ. എത്രയും പെട്ടെന്ന് മത്സരങ്ങൾ അവസാനിക്കുന്നുവോ അത്രയും ശുഭകരമായിരിക്കും. അതിനുശേഷം നാം നമ്മുടെ യഥാർത്ഥ വിനാശലീല ആരംഭിക്കുന്നതാണ്. രാജകുമാരന്മാരെ, നിങ്ങൾ ഏവരും നിങ്ങളുടെ ശൈലിയിൽ ധീരത കാട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ അവസാന മത്സരത്തിലേക്ക് കടക്കുകയാണ്. ഈ മത്സരത്തിൽ വിജയിയാവുന്ന ആര് തന്നെ ആയിരുന്നാലും അദ്ദേഹത്തിന്റെ കഴുത്തിൽ രൂപവതി വർണ്ണമാല്യം അണിയിക്കുന്നതാണ്. രൂപവതി, പിന്നെ നിങ്ങളെല്ലാവരും നിങ്ങളുടേതായ ഇരിപ്പിടങ്ങളിൽ ഇരുന്നാലും അവസാന മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. രൂപവതി, വരൂ പുത്രി. നടക്കൂ, നടക്ക്. മത്സരമിതാ ആരംഭിക്കുകയാണ്. ആദ്യമായി വരുന്നു ഇതാ സന്ദേശ രാജ്യത്തെ രാജകുമാരൻ.